സെപ്റ്റംബർ 12-ന് ഡീക്കിന്റെ ഒരു തമിഴ് ഫിലിം ആയിട്ടുള്ള കാന്ത റിലീസ് ആവാൻ പോവുകയാണ്. ആ ഒരു പടത്തിന്റെ ടീസർ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കും. ഒരു കിഡ്ലൻ ടീസർ ആയിരുന്നു. ഡീക്കിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പടം തമിഴിലെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള MK ത്യാഗരാജ ഭാഗവതരുടെ കഥയുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഭാഗവതരായി ഡീക്ക് അഭിനയിക്കുന്നു എന്നാണ് റൂമറുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ടീസറിൽ ഡീക്കിന്റെ കോസ്റ്റ്യൂം ഒന്നും ഭാഗവതരുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ MKTയുടെ ലൈഫിലെ കുറച്ച് ഇൻസിഡൻസ് മാത്രമാണ് പടത്തിലുള്ളതെന്നും പറയുന്നുണ്ട്. എന്തായാലും കാന്ത ടീം ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള MK ത്യാഗരാജ ഭാഗവതരുടെ കഥയാണ്. 1910 മാർച്ച് 1-ന് തഞ്ചാവൂരിലെ മായവാരം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സ്കൂളിലൊന്നും പോവാതെ ഒരുപാട് പാട്ടുകൾ പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന് ഇതിൽ കാര്യമായിട്ട് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി പിന്നീട് നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ പാട്ട് പാടി നടന്ന് പിന്നീട് നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അന്ന് കൂടുതലും സംഗീത നാടകങ്ങളായിരുന്നു. പിന്നീട് സ്വന്തമായി നാടകങ്ങളും ചെയ്തു. അങ്ങനെ വലിയൊരു ഫെയിം അദ്ദേഹം നേടിയെടുത്തു. അക്കാലത്ത് സിനിമകൾ വളരെയധികം കുറവായിരുന്നു. കൂടുതൽ നാടകങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വർഷത്തിൽ 1-2 സിനിമകൾ മാത്രമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സമയത്താണ് MKTയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാന്നുള്ള ഒരു ആവശ്യമായിട്ട് ഒരാൾ വരുന്നത്. MKTയുടെ നാടകം തന്നെയാണ് സിനിമയാക്കുന്നത്. അങ്ങനെ 1934 പവലക്കൊടി എന്ന സിനിമ ഇറങ്ങുന്നു. അതൊരു വലിയൊരു ഹിറ്റായി. ആ ഒരു പടം കൊണ്ട് തന്നെ ഭാഗവതർ വലിയൊരു സ്റ്റാറായി മാറി. പിന്നീട് വീണ്ടും ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നീട് വെറും 9-10 സിനിമകൾ കൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി. തമിഴിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തിന്റെ ഹരിദാസ് എന്ന സിനിമ 3 വർഷമാണ് തുടർച്ചയായിട്ട് തിയേറ്ററിൽ ഓടിയത്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ 100 ഇരട്ടി സ്റ്റാർഡമുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറാൻ ഭാഗവതർക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും സ്വർണ്ണമാലകളായിരുന്നു. 10 വിരലുകളിലും മോതിരങ്ങൾ. സ്വർണ്ണ പാത്രത്തിലാണ് അദ്ദേഹം ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത്. ഈറ്റി വളർത്തിയുള്ള അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും അന്നത്തെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അന്നത്തെ പല മനുഷ്യരും അദ്ദേഹത്തെ ദൈവമായി കണ്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഒരു ഉത്സവം പോലെ ആളുകൾ തടിച്ചുകൂടും. അത്രക്കും ഫാൻസ് ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ 1944 ഡിസംബർ 27-ന് മദ്രാസിലെ ഒരു പരിപാടിക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. പുറത്തു ചുറ്റും അദ്ദേഹത്തിന്റെ ആരാധകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അത്രയും തിരക്കിനിടയിൽ ആളുകളെല്ലാം മാറ്റി അദ്ദേഹത്തിന്റെ കാറിനടുത്തേക്ക് പോവുകയാണ്. ആ ഒരു സമയത്താണ് വെപ്പേരി പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള കൃഷ്ണൻ നമ്പ്യാർ ഭാഗവതരുടെ അടുത്തെത്തിയ ഒരു കാര്യം പറയുന്നു. സോറി സാർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് കേട്ട ഭാഗവതർ ഞെട്ടി. ഒന്ന് പോലീസ് ജീപ്പിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയി. തിരക്ക് കാരണമാണ് അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതെന്നാണ് ആരാധകരെല്ലാം വിചാരിച്ചത്. പക്ഷെ പിറ്റേ ദിവസമുള്ള പത്രങ്ങളിൽ ആ ഒരു വാർത്ത വന്നു. ജനങ്ങളെയും MKTയുടെ ആരാധകരെല്ലാം ഞെട്ടിച്ച വാർത്ത. പ്രമുഖ ജേർണലിസ്റ്റായിട്ടുള്ള ലക്ഷ്മികാന്ത് വധക്കേസിൽ ഭാഗവതർ അറസ്റ്റ്. ഇതായിരുന്നു പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. MKTയുടെ കരിയറിൽ തന്നെ പീക്ക് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇനി പറയാൻ പോകുന്നത് ലക്ഷ്മികാന്തിനെ കുറിച്ചാണ്. ആരാണ് ലക്ഷ്മികാന്തൻ? ലക്ഷ്മികാന്തൻ ഒരു മഞ്ഞപ്പത്രക്കാരനായിരുന്നു. പക്ഷേ ആളത്ര ചില്ലറക്കാരനായിരുന്നില്ല. സിനിമയിലെ പല ആളുകളെ കുറിച്ചും പല കഥകളും അടിച്ചെടുക്കുന്നതായിരുന്നു ആദ്യം ലക്ഷ്മികാന്തൻ ചെയ്തുകൊണ്ടിരുന്നത്. സിനിമാ ദൂത് എന്ന മാഗസിനിലൂടെ ആയിരുന്നു അയാൾ ആദ്യം ഇതേപോലുള്ള കഥകൾ അടിച്ചിറക്കിയത്. പിന്നീട് ഇത് ബാൻ ചെയ്തു. പിന്നീട് അയാൾ ഹിന്ദു നാഷൻ എന്നൊരു പത്രം ഏറ്റെടുത്തു. ഈ ജോലി അയാൾ ആ ഒരു പത്രത്തിലൂടെ ആയി. അപ്പോൾ ഈ ഒരു പത്രത്തിൽ സിനിമാക്കാർ മാത്രമായിരുന്നില്ല, സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ കുറിച്ചല്ല ഇതുപോലുള്ള കഥകൾ ഉണ്ടാക്കി. പലരും ഇങ്ങനെ വാർത്തകൾ വരാതിരിക്കാൻ വേണ്ടി ലക്ഷ്മികാന്തിന് പൈസ കൊടുത്ത് ഒതുക്കുമായിരുന്നു. പിന്നീട് പൈസ കൊടുക്കാത്തവരെ കുറിച്ച് പത്രങ്ങളിൽ ഇതേപോലുള്ള കഥകൾ അടിച്ചിറക്കാൻ തുടങ്ങി. അങ്ങനെ ഭാഗവതരെ കുറിച്ചും ലക്ഷ്മികാന്തൻ പല കഥകളും എഴുതി വിട്ടു. പക്ഷെ ഭാഗവതർ ലക്ഷ്മികാന്തിന് പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ലക്ഷ്മികാന്തൻ ഭാഗവതരെ കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ എഴുതി. അങ്ങനെ ഇരിക്കെ 1944 നവംബറിൽ സൈക്കിൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരുന്ന ലക്ഷ്മികാന്തനെ ഒരു സംഘം ആക്രമിക്കുകയും പിറ്റേ ദിവസം രാവിലെ അയാൾ മരിക്കുകയും ചെയ്തു. കുത്തേറ്റ സമയത്ത് ലക്ഷ്മികാന്തിനെ ആശുപത്രിയിലേക്ക് ആയിരുന്നില്ല പോവേണ്ടിയിരുന്നത്. തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും പോലീസ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹം എത്തിയത്. അയാൾ എന്നെ കുത്തി, ഇതാണ് പോലീസ് ഇൻസ്പെക്ടറോട് ലക്ഷ്മികാന്തൻ പറഞ്ഞത്. പിന്നീടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. നവംബർ 8-ന് കുത്തേറ്റ ലക്ഷ്മികാന്തൻ നവംബർ 9-ാം തീയതി രാവിലെ മരിക്കുന്നു. വടിവേലു എന്ന സാധാരണക്കാരനാണ് ആദ്യം അറസ്റ്റിലാവുന്നത്. വടിവേലുമായിട്ട് ലക്ഷ്മികാന്തിന് പ്രശ്നമുണ്ടായിരുന്നു. വടിവേലിനോടൊപ്പം നാഗലിംഗം എന്ന ഒരാളെയും പോലീസ് കസ്റ്റഡിയിൽ. പക്ഷേ വടിവേലിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മികാന്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസിന്റെ കത്തിട്ടുന്നത്. AK രാമൻ എന്ന നാടകക്കാരൻ തന്റെ സുഹൃത്തായുള്ള VS മണിക്ക് അയച്ച കത്താണ് പോലീസിന് കിട്ടുന്നത്. ഒരാൾ എന്നെ കാണാൻ വന്നു, ലക്ഷ്മികാന്തിന്റെ ജീവിതം അപകടത്തിലാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ആ ഒരു കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് രാമനെ ചോദ്യം ചെയ്തപ്പോൾ അത് ലക്ഷ്മികാന്തിന്റെ ബോഡി ഗാർഡ് ആയിട്ടുള്ള വീരസേനാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വീരസേനൻ കുറ്റം സമ്മതിച്ചു. താനടക്കമുള്ള 5-അംഗ സംഘമാണ് ലക്ഷ്മികാന്തനെ ആക്രമിച്ചതെന്നും ഇതിനുവേണ്ടി പണം തന്ന് സഹായിച്ചത് ഭാഗവതരും NS കൃഷ്ണനും നായിഡുവാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആളുകൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ലക്ഷ്മികാന്തൻ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് ബോഡി ഗാർഡ് ആയിട്ടുള്ള വീരസേനൻ ലക്ഷ്മികാന്തനെ കുത്തിയതെന്നും വാർത്തകൾ പരന്നു.
വീരസനെ കൂടാതെ രാജബദർ, അരുമുഖ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ജയാനന്ദൻ എന്ന ഒരാൾ അറസ്റ്റിലായതോടെ ഈ ഒരു കേസിന് കൂടുതൽ വൈത്തിരിവായി. ഈ ജയാനന്ദൻ അന്നത്തെ പ്രമുഖ നടിയായുള്ള മാധുരിദേവിയുടെ ബ്രദർ ആയിരുന്നു. ഈ മാധുരിദേവിയെ കുറിച്ച് ലക്ഷ്മികാന്തൻ പല ഗോസിപ്പുകളും മോശമായിട്ട് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയാനന്ദന് മാപ്പുസാക്ഷിയായിട്ട് ഒരു സത്യവാങ്മൂലം പോലീസിന് അയാൾ കൊടുത്തു. ഇതിലാണ് ഭാഗവതരുടെയും NS കൃഷ്ണന്റെയും പേരുകൾ വരുന്നത്. ലക്ഷ്മികാന്തനെ കൊല്ലാൻ വേണ്ടി NS കൃഷ്ണൻ 500 രൂപ നൽകിയെന്നും കൂടാതെ 2000 രൂപ കഴിഞ്ഞാൽ വീണ്ടും തരാം എന്ന് പറയുകയും ചെയ്തു. ഇത് ജയാനന്ദന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇവർ അറസ്റ്റിലാവുന്നത്. കൂടാതെ ആ ഒരു സമയത്ത് ഭാഗവതരുടെ കയ്യിൽ ഒരു 3000 രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് കൊടുക്കാൻ മാറ്റി വെച്ചതായിരിക്കാം എന്ന് പോലീസ് അനുമാനിച്ചു. അങ്ങനെ വലിയൊരു ബംഗ്ലാവിൽ ജീവിച്ചിരുന്ന, സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന ഭാഗവതർ ഇരുട്ടിന്റെ ജയിലിലായി. അങ്ങനെ ഇവർക്ക് വേണ്ടി ഹാജരാവാൻ പല ഉന്നത വക്കീൽമാരും വന്നു. ഈ ഒരു കൃത്യം നടന്ന സമയത്ത് സംഭവ സ്ഥലത്ത് ശ്രീ രാമുലു നായിഡു ഉണ്ടായിരുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. എന്നാൽ ഭാഗവതരും NS കൃഷ്ണൻ അടക്കമുള്ള ബാക്കിയുള്ള സംഘത്തിനെല്ലാം കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അങ്ങനെ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് പല പ്രതിഷേധങ്ങളും ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അതൊന്നും കാര്യമായിട്ട് ഫലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രക്ഷകനായിട്ട് ഒരാൾ വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വി ലതിരാജ് എന്ന പ്രമുഖനായുള്ള വക്കീൽ വരുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ ഇതിനി പുനർവിചാരണ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലണ്ടനിലെ പ്രിവി കൗൺസിലിൽ അപ്പീൽ ചെയ്തു. അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയിൽ വീണ്ടും ഈ ഒരു കേസ് പുനർവിചാരണ ചെയ്യാനുള്ള തീരുമാനമായി. അങ്ങനെ പുനർവിചാരണ തുടങ്ങി. ലതിരാജ് പല വാദങ്ങളും പോലീസിനെതിരെ ഉന്നയിച്ചു. പല ചോദ്യങ്ങളും പോലീസിനോട് ചോദിച്ചു. പല ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം ലതിരാജ് വലിച്ചു കയറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും രാമണയുടെ കത്തും ജയാനന്ദ സത്യവാങ്മൂലമെല്ലാം തെറ്റാണെന്ന് ലതിരാജ് കോടതിയിൽ തെളിയിച്ചു. അങ്ങനെ 1947 ഏപ്രിൽ വിധി വന്നു. ഭാഗവതരെയും NS കൃഷ്ണനെയും ജയിൽ മോചിതരാക്കിയിരിക്കുന്നു. ജനങ്ങൾ ഈ ഒരു വിധി ആഘോഷമാക്കി. അങ്ങനെ ഭാഗവതർ വീണ്ടും സിനിമയിലേക്ക് തന്നെ വന്നു. പക്ഷെ ഒരിക്കലും തന്റെ പഴയ ഉയർച്ചയിലേക്ക് എത്താൻ ഭാഗവതർക്ക് സാധിച്ചില്ല. പിന്നീട് ചെയ്ത സിനിമകളെല്ലാം ഫ്ലോപ്പായി മാറി. പിന്നീട് അദ്ദേഹത്തിന് ഡയബറ്റീസ് രോഗം വന്നു. ഇത് മാറാൻ ഒരു പച്ചമരുന്ന് അദ്ദേഹം കഴിക്കുകയുണ്ടായി. പക്ഷെ അത് രോഗം കൂടുതൽ വഷളാകുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം 1959 നവംബർ 1 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്മികാന്തൻ കേസിൽ ഒരു ചെറിയ ട്വിസ്റ്റുകളുണ്ട്. ലക്ഷ്മികാന്തനെ കൊന്നത് ആരാണെന്നത് ഇപ്പോഴും തെളിയിക്കാത്ത കാര്യമാണ്. പക്ഷെ അന്ന് പ്രചരിച്ചിരുന്ന ഒരു റൂമറുണ്ട്. ഈ ലക്ഷ്മികാന്തന് കുത്തേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് ചെറിയ മുറികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിഡ്നി കൊണ്ട് മനുഷ്യൻ ജീവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ മുറിവേറ്റ കിഡ്നി ഡോക്ടർ എടുത്തു മാറ്റി. പക്ഷെ ലക്ഷ്മികാന്തന് ഒരു കിഡ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കിഡ്നിയാണ് ഡോക്ടർ എടുത്തു മാറ്റിയത്. അതുകൊണ്ടാണ് ലക്ഷ്മികാന്തൻ മരിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് അന്ന് പ്രചരിച്ചിരുന്ന ഒരു റൂമറിൽ ഒന്ന് മാത്രമാണ്. കൂടാതെ ലക്ഷ്മികാന്തൻ വധക്കേസിൽ ഭാഗവതരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കൊടുക്കുവാനായിട്ട് ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ടെന്നും നിങ്ങൾ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ടെന്നും ഭാഗവതരോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ. ഭാഗവതരുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെപ്പോലെ വായുന്നവരും ആരുമില്ലേ, എന്നെപ്പോലെ താഴ്ന്നവരും ആരുമില്ലേ.